ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. വീണ്ടും നമുക്ക് ഇപ്രകാരം ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം ഓർത്ത പോലെ ബൈബിൾ സർവേയിൽ 46-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചത്. കഴിഞ്ഞ ഇപ്പോൾ പ്രവചന പുസ്തകം, പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച യോവേൽ പ്രവചനത്തിൽ നിന്നാണ് പ്രവചനമാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അതിനുശേഷം ഇന്ന് അതിന്റെ അടുത്ത പ്രവചന പുസ്തകമായിട്ടുള്ള ആമോസിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആമോസിന്റെ പുസ്തകം നമുക്കറിയാം, അതിന്റെ എഴുത്തുകാരനായിട്ടുള്ള പ്രവാചകൻ ആമോസിന്റെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. ആമോസിനെ കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ ഈ പുസ്തകത്തില് പറഞ്ഞിരിക്കും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം 1-ാം വാക്യത്തില് തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാഷിന്റെ മകനായ യെരോബെയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പേ ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങൾ. അപ്പോൾ ഇവിടെ ആമോസിന്റെ സ്ഥലം തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ 7-ാം അധ്യായം 14-ാം വാക്യത്തിലും ആമോസ് പറയുന്നുണ്ട് അവിടെ തന്നെ കുറിച്ച്. അതിന് ആമോസ് 7:14 അതിന് ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. അപ്പോൾ ആ നിലയിൽ ആമോസിനെ കുറിച്ച് വളരെ ചുരുക്കമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആമോസ് എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം, യെശയ്യാവിന്റെ പിതാവായ ആമോസ് ആയിരിക്കാമെന്ന്. എന്നാൽ അങ്ങനെയല്ല, യെശയ്യാവിന്റെ പിതാവായിട്ടുള്ള ആമോസ് അല്ല. ആമോസ് ഇവിടെ പറയുന്നത് തെക്കോവയിലുള്ള ഇടയന്മാരിൽ ഒരുത്തരാണ്. തെക്കോവ എന്ന് പറഞ്ഞാൽ യെരുശലേമിൽ നിന്നും 12 മൈൽ മാറിയുള്ള ഒരു സ്ഥലമാണ് തെക്കോവ. അവിടെയുള്ള ഒരു സാധാരണ ഒരു ഇടയനും അതുപോലെ കാട്ടത്തിപ്പഴം പെറുക്കി ജീവിക്കുന്നവനുമായ ഒരു വ്യക്തിയായിരുന്നു ആമോസ്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നായിരുന്നു ആമോസ്. പാരമ്പര്യം ഒന്നും പറയാനില്ല. അങ്ങനെ വളരെ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു ആമോസ്. ഇടയനായിരുന്നു, കാട്ടത്തിപ്പഴം പെറുക്കി ആ നിലയിൽ ഉപജീവനം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആമോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആമോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാരവാഹി അല്ലെങ്കിൽ ബേർഡൻ ബിയറർ, ഭാരവാഹി അല്ലെങ്കിൽ ഭാരം വഹിക്കുന്നവൻ എന്നാണ് ആമോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഈ ദൈവത്തിന്റെ കൽപ്പനകൾ അല്ലെങ്കിൽ സന്ദേശങ്ങള് അത് ഭാരത്തോടുകൂടെ അല്ലെങ്കിൽ ആ ഭാരത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രവാചകനായിട്ട് ആമോസിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാം ഓർത്തതുപോലെ ആമോസ് ഒരു പുരോഹിത കുടുംബത്തിലോ പ്രവാചക കുടുംബത്തിലോ രാജകുടുംബത്തിലോ ഒന്നും ജനിച്ച ആളല്ല ആമോസ്. ആമോസ് പറയുന്നത്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവരത്രേ. അപ്പോൾ യാതൊരു പാരമ്പര്യവും അവകാശപ്പെടാൻ ഇല്ലാത്തൊരു വ്യക്തിയാണ് ആമോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റു പല പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ, യെശയ്യാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ചിന്തിക്കുന്നത് താന് രാജകുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. യെശയ്യാവ്, യിരെമ്യാവും എസ്കേലും ഒക്കെ പുരോഹിതന്മാരായിരുന്നു, അല്ലെങ്കിൽ പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. എന്നാൽ ആമോസിന് ആ നിലയിൽ യാതൊരു പാരമ്പര്യവും പറയാനില്ല. അങ്ങനെ പുരോഹിത കുടുംബമോ അല്ലെങ്കിൽ പ്രവാചക കുടുംബമോ ഒന്നുമല്ല, ഒരു സാധാരണ ഒരു കുടുംബം. മറ്റേ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ പിതാവിന്റെ പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, പലരെയും കുറിച്ച്. വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിലും പിതാവിന്റെ പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആമോസിന്റെ ഈ പ്രവചനം വായിച്ചാൽ ആമോസിന്റെ പിതാവിന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല. കാരണം അതത്ര പ്രാധാന്യമുള്ളതല്ല. എന്ന് പറഞ്ഞാൽ യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കി ഉപജീവനം നടത്തുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരായിരുന്നു ആമോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ആമോസ് യഹൂദ ദേശക്കാരനാണ്. ഇസ്രായേലും യഹൂദയും 2 രാജ്യങ്ങളാണല്ലോ. അപ്പോൾ അതില് യഹൂദ ദേശക്കാരനായിരുന്നു ആമോസ്. എന്നാൽ ഇസ്രായേലിനെതിരെയാണ് പ്രധാനമായിട്ടും ആമോസ് പ്രവചിച്ചത്. വടക്കേ രാജ്യമായിട്ടുള്ള ഇസ്രായേലിനെതിരായിട്ടാണ് ആമോസ് പ്രവചിച്ചത്. എന്നാൽ ആമോസ് യഹൂദ ദേശക്കാരനായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ അതിന്റെ 7-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിച്ചു. അതിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു, നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു.
അപ്പോൾ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ആമോസിനെ ആ നിലയില് പ്രവാചക ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു. ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് പ്രവചിക്കുവാനായിട്ട് ദൈവം ആമോസിനെ അയക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രവചന പുസ്തകത്തില് അല്ലെങ്കിൽ ഈ ആമോസിന്റെ പുസ്തകത്തില് പ്രധാനമായിട്ടും വടക്കേ രാജ്യമായിട്ടുള്ള ഇസ്രായേലിനോടാണ് ദൂത് അറിയിക്കുന്നത്. ഇസ്രായേലിനോട് മൊത്തമായിട്ടും ദൂത് അറിയിക്കുന്നുണ്ട്. അതുപോലെ ഇസ്രായേലിലെ അവിടുത്തെ ആരാധനാ കേന്ദ്രമായിട്ടുള്ള ബേതേൽ, അതുപോലെ തലസ്ഥാന നഗരമായിട്ടുള്ള ശമരിയ, അതുപോലെ ഗിൽഗാൽ എന്നീ പട്ടണങ്ങളോട് പ്രത്യേകമായിട്ടും ദൂത് അറിയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 7-ാം അധ്യായം 10-ാം വാക്യത്തില് ബേതേലിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ എന്നാൽ ബേതേലിലെ പുരോഹിതനായ അമസ്യാവ് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തലസ്ഥാന നഗരമായിട്ടുള്ള ശമരിയെ നമുക്ക് കാണാം. 3-ാം അധ്യായം അതിന്റെ 9 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ശമരിയ പർവ്വതങ്ങളിൽ വന്നുകൂടി നമുക്ക് ശമരിയെ കുറിച്ച് കാണാൻ സാധിക്കും. അതുപോലെ 4-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. പിന്നെ ഗിൽഗാലിനെ കുറിച്ചും ഉള്ള പ്രവചനം നമുക്ക് കാണാൻ സാധിക്കും. ഗിൽഗാൽ 4-ാം അധ്യായം 4-ാം വാക്യം, ബേതേലിൽ ചെന്ന് അതിക്രമം ചെയ്യുവിൻ, ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പീൻ. അതുപോലെ 5-ാം അധ്യായം 4-ാം വാക്യത്തിലൊക്കെ ഗിൽഗാലിനെ കുറിച്ച് നമുക്ക് കാണാം. അപ്പോൾ പ്രധാനമായിട്ടും ഇസ്രായേലിനോട് മൊത്തമായിട്ടാണ് താനെ പ്രവാചക ശുശ്രൂഷ നടത്തുന്നത്. എന്നാൽ ബേതേലും അതായത് ബേതേൽ അവിടുത്തെ ആരാധനാ കേന്ദ്രമായിരുന്നു. അതുപോലെ തലസ്ഥാന നഗരമായിരുന്നു ശമരിയ, അതുപോലെ ഗിൽഗാല് എന്നീ പട്ടണങ്ങളോട് പ്രത്യേകമായിട്ടും ദൂത് അറിയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പല എതിർപ്പുകളും താന് തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ സഹിച്ചിട്ടുണ്ട്. 7-ാം അധ്യായത്തിൽ തന്നെ നാം കാണുകയുണ്ടായി. അവിടെ 7-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മിങ്ങനെ വായിക്കുന്നു. എന്നാൽ ബേതേലിലെ പുരോഹിതനായ അമസ്യാവ് ഇസ്രായേൽ രാജാവ് യെരോബെയാമിന്റെ അടുക്കൽ ആളയച്ചു. ആമോസ് ഇസ്രായേൽ ഗൃഹത്തിന്റെ മധ്യേ നിനക്ക് വിരോധമായി കൂട്ടുകൊണ്ടുണ്ടാക്കുന്നു. അവന്റെ വാക്കൊക്കെ സഹിപ്പാൻ ദേശത്തിന് കഴിവില്ല. യെരോബെയാം വാൾ കൊണ്ട് മരിക്കും. ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ആമോസ് പറയുന്നു എന്ന് പറഞ്ഞു. അതായത് മഹാപുരോഹിതനായിട്ടുള്ള അമസ്യാവ് യെരോബെയാമിനോട്, അല്ലെങ്കിൽ യെരോബെയാമായിരുന്നു അന്നത്തെ രാജാവ്. യെരോബെയാം എന്ന് പറഞ്ഞാൽ യെരോബെയാം രണ്ടാമനാണ്. 2 യെരോബെയാം ഇസ്രായേൽ ഭരിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ശലോമോന് ശേഷം ഈ ദേശം ഇസ്രായേലും യഹൂദയുമായിട്ട് 2ആയിട്ട് തിരിഞ്ഞു. അപ്പോൾ അവിടുത്തെ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് എന്ന് പറയും, ശലോമോന് ശേഷമുള്ള ആദ്യത്തെ രാജാവ് ഇസ്രായേലിന്റെ യെരോബെയാമാണ്. എന്നാൽ ആ യെരോബെയാം അല്ല ഇത്, പിന്നീട് യോവാഷിന്റെ മകനായ യെരോബെയാം. ഇതിന്റെ 1-ാം വാക്യത്തിലും 1-ാം അധ്യായം 1-ാം വാക്യത്തിലും നമുക്കത് കാണാൻ സാധിക്കും. യോവാഷിന്റെ മകനായ യെരോബെയാം അല്ലെങ്കിൽ യെരോബെയാം രണ്ടാമൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അമസ്യാവ്, പുരോഹിതനായ അമസ്യാവ് യെരോബെയാം രണ്ടാമനോട് ആമോസിനെ കുറിച്ച് പറയുന്നു. അവന് രാജദ്രോഹ കുറ്റം ചെയ്യുന്നതായിട്ട് രാജാവിനെതിരെയും ദേശത്തിനെതിരെയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 12-ാം വാക്യത്തില് എന്നാൽ ആമോസ് അമസ്യാവോട്, എടോ ദർശക യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. ആമോസിനോട് അമസ്യാവ്, എടോ ദർശക യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ബേതേലിലോ ഇനി പ്രവചിക്കരുത്. ഇത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആമോസിനോട് അമസ്യാവ് പുരോഹിതനായിട്ടുള്ള അമസ്യാവ് പറയുന്നത്, നീ യഹൂദ ദേശത്ത് പോയി പ്രവചിച്ചു. ഇവിടെ അതായത് ഇസ്രായേൽ ദേശത്ത് അല്ലെങ്കിൽ ബേതേലില് നീ പ്രവചിക്കരുത്, മിണ്ടിപ്പോയിക്കരുത് എന്ന് പറഞ്ഞ് തന്നോട് അമർച്ച ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ നിലയില് പുരോഹിതന്മാരിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നൊക്കെ പല രീതിയിലുള്ള എതിർപ്പുകളെ സഹിച്ച് ആ നിലയില് പ്രവാചക ശുശ്രൂഷ ചെയ്ത ഒരു പ്രവാചകനായിരുന്നു ആമോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പ്രവചനത്തിന്റെ എഴുത്തുകാരനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇത് ആമോസിന്റെ പ്രവചനമാണ്. ആമോസ് ആണ് ഇത് എഴുതിയത്. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ ആമോസിനെ നമുക്ക് കാണാൻ സാധിക്കും. തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് എഴുതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പുതിയ നിയമവും ഇതിന്റെ ആധികാരികത, ആമോസിന്റെ ഈ പുസ്തകം അല്ലെങ്കിൽ പ്രവചനത്തിന്റെ ആധികാരികതയെ പുതിയ നിയമവും സമർത്ഥിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്തേഫാനോസിന്റെ പ്രസംഗത്തില് ഈ ആമോസ് പ്രവചനത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 42-ഉം 43-ഉം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ 42-ഉം 43-ഉം അവിടെ
ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം മനനയാങ്ങളും ഭോജനയാങ്ങളും അർപ്പിച്ചു. നിങ്ങൾ നമസ്കരിക്കാനുണ്ടായ സ്വരൂപങ്ങളായ മലോക്കിന്റെ കൂടാരവും രഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബിലോണിനപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. ഈ കാര്യം നമുക്ക് ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം 25 മുതൽ 27 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ യാക്കോബ്, യെരുശലേമിലെ മൂപ്പന്മാരിൽ ഒരാളായ യാക്കോബും ആമോസിന്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം അവിടെ നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 15-ന്റെ 16 അവിടുത്തെ യേശുക്രിസ്തുവിന്റെ സഹോദരനായ അല്ലെങ്കിൽ യെരുശലേം സഭയിലെ മൂപ്പന്മാരിൽ ഒരാളായിട്ടുള്ള യാക്കോബ് അവിടെ പറയുന്നത് 15-ന്റെ 16 അനന്തരം ഞാൻ ദാവീദിന് വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. ഇത് ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആമോസിന്റെ പുസ്തകം 9-ന്റെ 11 അവിടെ വീണുപോയ 12-ാം വാക്യത്തിൽ വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തും എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിലെ പുതിയ നിയമം ഇതിന്റെ ആധികാരികത അല്ലെങ്കിൽ ആമോസിന്റെ പ്രവചനത്തിന്റെ ആധികാരികതയെ ഇവിടെ ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇതിന്റെ കാലഘട്ടം അല്ലെങ്കിൽ ആമോസിന്റെ പ്രവചന കാലഘട്ടം അല്ലെങ്കിൽ ഇത് എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ ആ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്, തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാഷിന്റെ മകനായ യെരോബയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പ് ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങൾ. അപ്പോൾ ഈ ആമോസ് പ്രവചിച്ച സമയം എന്ന് പറയുന്നത് ഉസിയാവ് യഹൂദ ഭരിച്ചപ്പോൾ യഹൂദ രാജാവായ ഉസിയാവിന്റെ സമയം, അതുപോലെ ഇസ്രായേൽ രാജാവായ യെരോബയാം അതായത് യോവാഷിന്റെ മകനായ യെരോബയാമിന്റെ സമയം. അപ്പോൾ ഈ ആമോസ് പ്രവചിച്ച സമയത്ത് ഉസിയാവാണ് യഹൂദ ഭരിച്ചത്, യെരോബയാമാണ് ഇസ്രായേല് ഭരിച്ചത്. ഉസിയാവ് ഭരിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ BC 767 മുതൽ BC 740 കാലഘട്ടമാണ്. യെരോബയാം രണ്ടാമൻ ഇസ്രായേൽ ഭരിച്ചത് BC 782 മുതൽ 753 BC 753 വരെയുള്ള കാലഘട്ടമാണ്. അതുപോലെ വേറൊരു കാര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പേ ഇസ്രായേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങൾ. അപ്പോൾ ഭൂകമ്പത്തെ കുറിച്ച് ഒരു ഭൂകമ്പം അവിടെ ഉണ്ടായി. ആ ഭൂകമ്പത്തെ കുറിച്ച് നമുക്കിവിടെ കാണാം. ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പേ ആണ് താൻ പ്രവചിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭൂകമ്പം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമായിരുന്നു, ഒരു വലിയ ഭൂകമ്പമായിരുന്നു. കാരണം സെക്കരിയ പ്രവാചകൻ 200 വർഷത്തിന് ശേഷം ഈ ആമോസ് എഴുതിയതിനും 200 വർഷത്തിന് ശേഷം സെക്കരിയ പ്രവാചകൻ എഴുതുന്ന സമയത്തും ഈ ഭൂകമ്പത്തെ കുറിച്ച് താൻ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ 200 വർഷവും ഓർക്കത്തക്ക രീതിയിൽ ഉള്ള അത്ര വലിയൊരു ഭൂകമ്പമായിരുന്നു ആ സമയത്ത് നടന്നത് നമുക്ക് മനസ്സിലാക്കാം. സെക്കരിയ പ്രവചനം 14-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. സെക്കരിയാവ് 14-ന്റെ 5 നമ്മൾ വായിക്കുന്നത്, എന്നാൽ മലകളുടെ താഴ്വര ആസൻ മുതൽ എത്തുന്നതുകൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പ ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. അപ്പോൾ യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് ഭൂകമ്പം ഉണ്ടായതായിട്ട് സെക്കരിയാവ് പറയുന്നു. അത് സെക്കരിയാവ് പറയുന്നതിനും 200 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അത് ഒരു വലിയൊരു ഭൂകമ്പമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഭൂകമ്പത്തെ കുറിച്ചുള്ള സൂചന ഈ 2 പുസ്തകങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഭൂകമ്പത്തിന് ശേഷം ഒരു സൂര്യഗ്രഹണം ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത് ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യത്തില് ഒരു സൂര്യഗ്രഹണത്തെ കുറിച്ചുള്ള സൂചനയും നമുക്ക് മനസ്സിലാക്കാം. ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. ആമോസ് 8-ന്റെ 9 അവിടെ നാം വായിക്കും, അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സൂര്യഗ്രഹണം, അപ്പോൾ ഇത് ഭൂകമ്പത്തിന് ശേഷം ഉണ്ടായതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ
ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞന്മാര് അഭിപ്രായപ്പെടുന്നത് ആ സൂര്യഗ്രഹണം ഉണ്ടായത് BC 763 ജൂൺ മാസം 15-ാം തീയതി ആണ് സൂര്യഗ്രഹണം ഉണ്ടായതെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നല്ല നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആമോസിന്റെ ശുശ്രൂഷ കാലഘട്ടം ആമോസ് ശുശ്രൂഷിച്ചത് BC 763 മുമ്പുള്ള സമയത്താണ്. BC 763 മുമ്പുള്ള സമയത്താണ് താൻ ശുശ്രൂഷിച്ചത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇസ്രായേലില് യെരോബെയാം രണ്ടാമനാണ് രാജാവ്. ഇസ്രായേൽ രാജ്യം യെരോബെയാം രണ്ടാമനാണ് ഭരിക്കുന്നത്. അത് മാത്രമല്ല അത് ഇസ്രായേലിന്റെ സുവർണ കാലഘട്ടമാണെന്നാണ് അറിയപ്പെടുന്നത്. അവിടെ യോനാ പ്രവാചകന്റെ ഒരു പ്രവചനം നമുക്ക് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 14-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. യോനാ പ്രവാചകന്റെ ഒരു പ്രവചനം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 14-25. അവിടെ നമ്മൾ വായിക്കുന്നത്, ഗത്ഹേഫർക്കാരനായ അമിത്തായുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിന്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രായേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. ഇവിടെ യെരോബെയാമിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ യോനാ പ്രവാചകൻ പറഞ്ഞ അനുസരിച്ച് യെരോബെയാമ് ദേശം കൈവശമാക്കിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ യെരോബെയാമിന്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും ഭൗതികമായിട്ടും ഒക്കെ ഇസ്രായേല് വളരെ ഉയർച്ച പ്രാപിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. ഒരു ഇസ്രായേലിന്റെ സുവർണ കാലഘട്ടമാണ്. ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ പ്രോസ്പിരിറ്റിയാണ്, അല്ലെങ്കിൽ വളരെ ആ നിലയിൽ അവർ ഉയർച്ച പ്രാപിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ധാർമ്മികമായിട്ടും ആത്മീയമായിട്ടും നോക്കുകയാണെങ്കിൽ അവര് അധപ്പതിച്ച് നടക്കുന്ന ഏറ്റവും അധപ്പതിച്ച ഒരു സമയമാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഇസ്രായേൽ ജനമെന്ന് പറഞ്ഞാൽ അവര് ആഡംബരം, അതുപോലെ വിഗ്രഹാരാധന, അതുപോലെ അഴിമതി, ഇതെല്ലാം അവരുടെ ഭാഗമായിട്ട് തീർന്ന ഒരു സമയമാണ്. അപ്പോൾ ആ നിലയിൽ ജീവിക്കുന്ന, ഏറ്റവും സുഖലോലുപതയില് ആഡംബരത്തോടെ ജീവിക്കുന്ന, അതുപോലെ ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ആ നിലയിലുള്ള ഒരു ജനമാണ് ആ സമയത്തെ ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ഭൗതികമായിട്ടെല്ലാം ഉണ്ട്, വളരെ സുഖസമൃദ്ധിയുണ്ട്, സുഖലോലുപതയുണ്ട്, സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ വളരെ ഉയർന്നാണ് അവരിയ്ക്കുന്നത്. പക്ഷേ ആത്മീയ തലത്തിൽ വളരെ പിന്നോക്കം ആയി പോകുന്ന ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെതിരെ പ്രവചിക്കുവാനായിട്ടാണ് ദൈവം ആട്ടിടയനായിട്ടുള്ള ഒരു സാധാരണക്കാരനായ ആമോസിനെ നിയോഗിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സുഖജീവിതം നയിച്ചിരുന്ന ജനത്തിന് കഠിനമായ സന്ദേശമാണ് ആമോസിലൂടെ ദൈവം നൽകിയത്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ രാഷ്ട്രത്തിന് ഒന്നാകെയുള്ള ശിക്ഷ, ദൈവം അവർക്ക് നൽകുവാൻ പോകുന്ന ശിക്ഷ ഇവിടെ പ്രവാചകൻ അവരോട് പ്രവചിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവരുടെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. 2-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 2-6 മുതൽ 8 വരെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ 3-4 അതിക്രമം നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ടി ചെരുപ്പിനും വിറ്റ് കളഞ്ഞിരിക്കാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാംക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയുകയും ചെയ്തു. എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷനും അവന്റെ അപ്പനും ഒരേ യുവതിയുടെ അടുക്കൽ ചെല്ലുന്നു. അവർ ഏത് ബലിപീഠത്തിനരിയത്ത് പണയം വാങ്ങിയ വസ്ത്രം വിരിച്ചു കിടന്നുറങ്ങുകയും പിഴ അടച്ചവരുടെ വീഞ്ഞ് തങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് കുടിക്കുകയും ചെയ്തു. നമുക്ക് അവരുടെ ആത്മീയമായിട്ടുള്ള അധപ്പതനം അത് എത്ര ഭയങ്കരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കാണാം. അപ്പോൾ എളിയവരെ പീഡിപ്പിക്കുക, ദരിദ്രരെ തകർക്കുക, അതുപോലെ വിഗ്രഹാരാധന, അതുപോലെ എല്ലാ കാര്യങ്ങളും അവര് സുഖലോലുപതയിൽ അല്ലെങ്കിൽ ആഡംബരത്തിൽ അവര് ജീവിക്കുകയാണ്. ദൈവത്തെ വിട്ട് പോകുന്ന ആ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യത്തിന് വരാൻ പോകുന്ന ആ ശിക്ഷയെ കുറിച്ച് പ്രവാചകൻ മുൻകൂട്ടി അവരോട് പറയുക. അപ്പോൾ വടക്കേ രാജ്യമായിട്ടുള്ള ഇസ്രായേല് യഹോവയെ അവര് പൂർണ്ണമായിട്ടും നിരസിച്ചു.
എന്നാൽ അവര് വിചാരിക്കും ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തു, ദൈവം തെരഞ്ഞെടുത്ത ജാതി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അനർത്ഥവും സംഭവിക്കില്ല, ഞങ്ങൾ ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ജാതിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് അവര് വിശ്വസിച്ചു. അവരതരം കൊണ്ട് ദൈവത്തെ ആരാധിച്ചു. പക്ഷേ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദേശത്ത് നീതി ഒട്ടുമില്ലായിരുന്നു. അപ്പോൾ ഇതിന്റെ മധ്യത്തിൽ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് പ്രവാചകൻ അവർക്ക് മുന്നറിയിപ്പ് നൽകിയ. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ അവസ്ഥയാണ്, ശരിക്കും നമ്മുടെ അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ ലവോദിക്ക സഭയെ കുറിച്ച് അവിടെ പറയുമ്പോൾ നമുക്കറിയാം. 3-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ട് കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കും, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ലവോദിക്ക സഭയെ കുറിച്ച്, ലവോദിക്ക കാലഘട്ടത്തിലൂടെയാണെന്ന് നാം കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അപ്പൊ അവർ വിചാരിക്കുന്നത് ഞാൻ സമ്പന്നനാണ്, ഞാൻ ധനവാനാണ്, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് അഹങ്കരിച്ച് ആ നേരിൽ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഭൗതികമായിട്ടെല്ലാം ഉണ്ട്, ഭൗതികമായിട്ട് സമ്പത്തുണ്ട്, ഭൗതികമായിട്ട് ഉള്ള സുഖ സൗകര്യങ്ങളുണ്ട്, സുഖലോലുപതയുണ്ട്, ആഡംബരമുണ്ട്, അതിനൊന്നും യാതൊരു കുറവുമില്ല. അപ്പോൾ ഭൗതികമായിട്ടെല്ലാം ഉള്ളപ്പോൾ നാം വിചാരിക്കുന്നത് ആത്മീയമായിട്ട് നമ്മള് തികഞ്ഞവരാണ്, നമ്മൾ ദൈവത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, ദൈവം ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അങ്ങനെ നാം ആ നിലയിൽ നാം ഭൗതികമായിട്ട് നമുക്കെല്ലാം ഉള്ളത് കൊണ്ട് ആത്മീയമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നാം വിചാരിച്ച് പോവുകയാണ്. പക്ഷേ അവിടെ ആ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്കെല്ലാം ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ആഡംബരം അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ പലപ്പോഴും ദൈവത്തെ മറന്നു പോകാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. ഇന്ന് ആത്മീയ വിഷയങ്ങളിൽ ഇന്ന് അനേകർക്കും താല്പര്യമില്ലാത്തതിന്റെ കാരണം, ദൈവത്തെ അന്വേഷിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സുഖ സൗകര്യങ്ങളാണ്. നമുക്കെല്ലാം ഉള്ളതുകൊണ്ട് ദൈവത്തിന്റെ ആവശ്യം നമുക്കില്ല. പ്രാർത്ഥിക്കേണ്ടി അല്ലെങ്കിൽ ആരാധിക്കേണ്ടി അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടുന്ന ആവശ്യം ഇല്ലാതെ ആയി തീർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. ഒരു സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്ന സമയത്ത് നമ്മളെല്ലാവരും ദൈവത്തെ വിളിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി. അന്ന് ദൈവം നമുക്ക് വേണമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളപ്പോൾ നാം ദൈവത്തെ അന്വേഷിക്കും. കാരണം നമുക്കറിയാം ദൈവമല്ലാതെ നമുക്ക് ആശ്രയം ആരുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ചെല്ലും. പക്ഷെ നമുക്കെല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല, ഒന്നിനും മുട്ടില്ല, എല്ലാം ഉണ്ട്. അത് ഒരു പക്ഷേ നമ്മെ ആത്മീയതയിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് നമ്മെ ദൂരെ കൊണ്ടുപോകുന്നതിന് ഒരു കാരണമായിട്ട് തീരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മെ തന്നെ പരിശോധിക്കാനായിട്ട് ഇടയാണ്. ഇസ്രായേൽ ജനത്തിന് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവര് ഭൗതികമായിട്ട് അവർക്കെല്ലാം ഉണ്ട്. രാജ്യം വളരെ വളരെ ഉന്നമനത്തിലാണ്, സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ അവര് ഉയർച്ച പ്രാപിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ദൈവം നോക്കുമ്പോൾ ആത്മീയമായിട്ടും ധാർമ്മികമായിട്ടും ഒക്കെ തകർന്നടിഞ്ഞ് പോയ ഒരു ജനത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ആത്മീയമായിട്ടുള്ള നിലവാരം അത് എത്രമാത്രം ഉണ്ട്, അത് ശരിയാണോ, യഥാർത്ഥത്തിൽ അത് ശരിയാണോ എന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ തന്നെ പരിശോധിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്ക്, പ്രാർത്ഥനായോഗങ്ങൾക്ക് ഒക്കെ ആരും വരാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ എണ്ണം കുറയുന്നു, ആത്മീയ താല്പര്യം നമ്മുടെ ഇടയിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളതല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. അത് ഈ ആമോസിന്റെ പുസ്തകം പഠിച്ചപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. അത് നാം ചിന്തിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. ഈ പുസ്തകത്തിൽ നമ്മൾ 9 അധ്യായങ്ങളും അതുപോലെ 145 വാക്യങ്ങളുമാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പുസ്തകത്തെ നമുക്ക് നാം ചിന്തിക്കുമ്പോൾ ആദ്യം അതിന്റെ ഔട്ട്ലൈൻ അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ
ഒന്നാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 3 വരെ നാം കാണുന്നത് ജാതികളുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണ്. 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 3 വരെ ജാതികളുടെ മേലുള്ള ദൈവിക ന്യായവിധി. അപ്പോൾ അവരുടെ ചുറ്റുപാടുമുള്ള ജാതികളെ കുറിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരുടെയൊക്കെ മേൽ എങ്ങനെയാണ് ന്യായവിധി വരാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ന്യായവിധിയെ കുറിച്ചുള്ള പ്രവചനം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ദമ്മേശക്കിന്മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളില്, ഫിലിസ്തീനരുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങള്, അതുപോലെ സോരിന്റെ മേല് 1-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ, ഏദോമിന്മേൽ 1-ാം അധ്യായം 11 മുതൽ 12 വരെ, അമോര്യരുടെ മേൽ 1-ാം അധ്യായം 13 മുതൽ 15 വരെ, അതുപോലെ മോവാബിന്മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി 2-ാം അധ്യായം 1 മുതൽ 3 വരെ. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ 6 ജാതികൾക്ക് മേൽ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചുള്ള സന്ദേശമാണ് 1-ന്റെ 1 മുതൽ 2-ന്റെ 3 വരെ നാം കാണുന്നത്. പിന്നീട് 2-ാം അധ്യായം 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായം 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുടെ അവിടെ യഹൂദയുടെ മേലും ഇസ്രായേലിന്റെ മേലുമുള്ള ന്യായവിധിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. യഹൂദയുടെ മേലും ഇസ്രായേലിന്മേലുള്ള ന്യായവിധി 2-ാം അധ്യായം 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ. അതില് 2-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദയുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി 2-ാം അധ്യായം 4 മുതൽ 6 വരെ. പിന്നെ 2-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലിന്മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് മൂന്നാമതായിട്ട് 3-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെ, അതായത് 3-ാം അധ്യായം 1 മുതൽ 6-ാം അധ്യായം 14 വരെ, 3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളുടെ ഇസ്രായേലിനെതിരെയുള്ള പ്രവാചകന്റെ 3 പ്രഭാഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിനെതിരെ പ്രവാചകന്റെ പ്രഭാഷണങ്ങളാണ്, 3 പ്രഭാഷണങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ 3 പ്രഭാഷണവും ഇതിലെ 3-ഉം ആരംഭിക്കുന്നത് ഈ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞാണ്. ഈ വചനം കേൾപ്പീൻ, അതിന്റെ 3-ാം അധ്യായം 1-ാം വാക്യത്തില് ആദ്യത്തെ പ്രഭാഷണം ആരംഭിക്കുന്നത്, ഇസ്രായേൽ മക്കളെ, നിങ്ങളെ കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച സർവ്വ വംശത്തെ കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ. അതുപോലെ 4-ാം അധ്യായം 1-ാം വാക്യത്തിലെ 2-ാമത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. അവിടെ എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുകയും ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശബരിയ പർവ്വതത്തിലെ ബാശാന്യ പശുക്കളെ, ഈ വചനം കേൾപ്പീൻ. അതുപോലെ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ 3-ാമത്തെ പ്രഭാഷണം തുടങ്ങുന്നത്, ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളെ കുറിച്ച് വിലാപം ചൊല്ലുന്ന ഈ വചനം കേൾപ്പീൻ. അപ്പോൾ ഈ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 3 പ്രഭാഷണവും തുടങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് 4-മതായിട്ട് 7-ാം അധ്യായം 1 മുതൽ 9-ാം അധ്യായം 10 വരെ ഉള്ള ഭാഗത്ത് ശിക്ഷയെക്കുറിച്ചുള്ള, ഇവർക്ക് വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള 5 ദർശനങ്ങൾ, പ്രവാചകൻ ദർശിക്കുന്ന 5 ദർശനങ്ങൾ നമുക്ക് 7-ാം അധ്യായം 1 മുതൽ 9-ാം അധ്യായം 10 വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ദർശനങ്ങളാണ് 7-ാം അധ്യായം 1 മുതൽ 3 വരെ വിട്ടിൽ ബാധ. ഈ വിട്ടിൽ ബാധ അവരെ ബാധിക്കും. 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, യഹോവയെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നാൽ പുല്ല് 2ാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. അത് രാജാവിന്റെ വക പുല്ല്, അതിനുശേഷം മുളച്ച 2ാമത്തെ പുല്ലായിരുന്നു. അപ്പോൾ വിട്ടിൽ ബാധ ഉണ്ടാകുന്നതിനെ കുറിച്ച് 1-ാമത്തെ ദർശനം, ആദ്യത്തെ ദർശനം താൻ കാണുകയാണ്. 2-മതായിട്ട് 7-ന്റെ 4 മുതൽ 6 വരെ വരൾച്ച നമുക്ക് കാണാം. അപ്പോൾ വരൾച്ചയെ കുറിച്ച് കാണുന്നു. പിന്നീട് 7-ന്റെ 7 മുതൽ 9 വരെ തൂക്കുകട്ടയുടെ ദർശനം പ്രവാചകൻ കാണുന്നുണ്ട്. 8-ാം അധ്യായം 1 മുതൽ 14 വരെ അവിടെ ഒരു കൂട്ട പഴുത്ത പഴത്തിന്റെ ദർശനം അവിടെ താൻ കാണുന്നതായിട്ട് സാധിക്കും. 8-ാം അധ്യായം തുടങ്ങുന്ന ഇപ്രകാരമാണ്, യഹോവയായ കർത്താവ് എനിക്ക് ഒരു കൊട്ട പഴുത്ത പഴം കാണിച്ചു തന്നു. ആമോസ, നീ എന്ത് കാണുന്നു എന്ന് അവൻ ചോദിച്ചതിന്, ഒരു കൊട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട് അരുളി ചെയ്ത്, എന്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പോൾ എന്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നു, ഇനി അവരെ ശിക്ഷിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കൊട്ട പഴം ഈ പ്രവാചകനെ ആമോസിനെ ദൈവം കാണിക്കുന്നു. പിന്നീട് 5-ാമത്തെ ദർശനം എന്ന് പറഞ്ഞാല് യാഗപീഠത്തിന്മേൽ നിൽക്കുന്ന യഹോവയെ നമുക്ക് കാണാം. 9-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ദർശനം നമുക്ക് കാണാം. 9-ൽ നമ്മൾ വായിക്കുന്നത്, യഹോവ യാഗപീഠത്തിൽ മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു, അവൻ അരുളി ചെയ്ത് എന്നതാണ്. അപ്പോൾ യാഗപീഠത്തിന്മേൽ നിന്ന് യഹോവ അരുളി ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ
5 ദർശനങ്ങൾ അവർക്ക് വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ദർശനങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് 9-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളില് 11-15 വാക്യങ്ങളില് അവരുടെ മടങ്ങിവരവും അതുപോലെ തുടർന്നുള്ള അനുഗ്രഹവും പ്രസ്താവിച്ചുകൊണ്ടാണ് ഈ പ്രവചനം അവസാനിക്കുന്നത്. ഇസ്രായേലിന്റെ യഥാസ്ഥാപനം, ദൈവം അവരെ മടക്കി വരുത്തും എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ വായിക്കുമ്പോൾ അതിന്റെ 9-ാം വാക്യം മുതൽ വായിക്കുന്നത്, അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതിയുടെ ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും, ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല, അനർത്ഥം ഞങ്ങളെ തുടർന്ന് എത്തിപ്പിടിക്കുകയുമില്ലെന്ന് പറയുന്നവർ എന്റെ ജനത്തിലുള്ള സകല പാപിയുടെ വാളുകൊണ്ട് മരിക്കും. അവർ ഏതോമിൽ ശേഷിച്ചിരിക്കുന്നവർ എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെ ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തും. അപ്പോൾ അവരെ മടക്കി വരുത്തും, അവരെ യഥാസ്ഥാനപ്പെടുത്തും, അതിൽ ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല, അവരെ തിരിച്ചു കൂട്ടിച്ചേർക്കും എന്ന് അവിടെ പറഞ്ഞ് ആ ഒരു യഥാസ്ഥാപനത്തിന്റെ, അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന്റെ ഒരു സന്ദേശവും പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സന്ദേശം എത്ര കഠിനമായിരുന്നാലും, അവർക്ക് വരാൻ പോകുന്ന ശിക്ഷ എത്രമാത്രം കഠിനമായിരുന്നാലും, ദൈവത്തിന് എപ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് തന്റെ ജനത്തെ ഒരിക്കലും മുഴുവനായിട്ടും ദൈവം തള്ളിക്കളയില്ല, അവരെ മടക്കി വരുത്തും, അവരെ യഥാസ്ഥാനപ്പെടുത്തും. അത് ദൈവത്തിന്റെ ഒരു വലിയ വിശ്വസ്തത അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തന്റെ ജനത്തെ ഒരിക്കലും തള്ളിപ്പറയാത്ത, പാപത്തിന് ശിക്ഷ കൊടുക്കും, അവർ തെറ്റ് ചെയ്യുന്നതിന് ശിക്ഷ ദൈവം തീർച്ചയായിട്ടും അവർക്ക് നൽകും. സമയങ്ങളിൽ ദൈവം ശിക്ഷ നൽകുന്നുണ്ട്. എന്നാൽ അവരെ മുഴുവനായിട്ട് ഉപേക്ഷിക്കാതെ അവരെ മടക്കി വരുത്തുന്ന ആ സ്നേഹവാനായിട്ടുള്ള ദൈവത്തെ നമുക്ക് ഈ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും ഈ പ്രവചനത്തിന്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇവിടെ ഈ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അല്ലെങ്കിൽ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഓരോ കാര്യങ്ങളും, തന്റെ പ്രവചനത്തിന്റെ ഓരോ കാര്യങ്ങളും ആമോസ് ആരംഭിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുന്നു. ആരംഭത്തിലും അവസാനത്തിലും എല്ലാം പിന്നെ പറയുന്ന കാര്യമുണ്ട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്തു. ചില ഉദാഹരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരൂശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. 1-ാം അധ്യായം 3-ാം വാക്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്തു. പിന്നീട് 1-ാം അധ്യായം 6-ാം വാക്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്തു. പിന്നീട് 9-ാം വാക്യം 1-ാം അധ്യായം 9-ാം വാക്യത്തില് യഹോവ ഇപ്രകാരം അരുളി ചെയ്തു. 11-ാം വാക്യത്തില് യഹോവ ഇപ്രകാരം അരുളി ചെയ്തു. 13-ാം വാക്യത്തില് 2-ാം അധ്യായം 1-ാം വാക്യത്തില് 2-ാം അധ്യായം 4-ാം വാക്യത്തില് 6-ാം വാക്യത്തില്, അങ്ങനെ യഹോവ ഇപ്രകാരം അരുളി ചെയ്തു എന്ന് കൂടെ നമുക്ക് ഈ പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പുസ്തകത്തിൽ 54 പ്രാവശ്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ ചിന്തിച്ചത് എല്ലാം കൂടെ 145 വാക്യങ്ങളേ ഉള്ളൂ, 145 വാക്യങ്ങളേ ഉള്ളൂ ഈ ആമോസിന്റെ പുസ്തകത്തില്. ഈ 145 വാക്യങ്ങളില് 54 പ്രാവശ്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് താനെ പിന്നെയും പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഇതിന് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, നമ്മൾ കഴിഞ്ഞ ആഴ്ച യോവേൽ പ്രവചനത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ യോവേലിന് ശേഷമുള്ള പ്രവാചകനാണ് ആമോസ്. അപ്പോൾ യോവേൽ പ്രവാചകന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആമോസ് തന്റെ പ്രവചനം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. ഈ ആമോസിന്റെ പ്രവചനം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും യോവേൽ പ്രവാചകന്റെ വാക്കുകൾ ഉദ്ധരിച്ചും കൊണ്ടാണ്. 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പറഞ്ഞതോ, യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരൂശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും, അപ്പോൾ ഇടയന്മാരുടെ മേച്ചിൽപ്പുറങ്ങൾ ദുഃഖിക്കും. നാം യോവേലിന്റെ പുസ്തകത്തിൽ നാം നോക്കുകയാണെങ്കിൽ, യോവേലിന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തില് യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരൂശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. അപ്പോൾ ആ യോവേൽ പ്രവാചകന്റെ ആ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആമോസ് ഇവിടെ തുടങ്ങുന്നത്. ഇനി അവസാനിപ്പിക്കുന്നതും അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ 9-ാം അധ്യായം 13-ാം വാക്യത്തില് 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്റെ ജനത്തിന്റെ അപായ ദിവസത്തിൽ നീ അവരുടെ 9-ന്റെ 13 ഉഴുന്നവൻ
ഉഴുന്നവൻ കൊയ്യുന്നവനെ മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഒഴുകിപ്പോവുകയും ചെയ്യുന്ന നാളുകൾ വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളം ഒഴുക്കും, യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു കുറവ് പുറപ്പെട്ട് ശിത്തീം താഴ്വരെ നനയ്ക്കും. അപ്പോൾ യോവേൽ പ്രവാചകന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ആമോസ് പ്രവചനം തുടങ്ങുന്നതും അവസാനിക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കണ്ടതുപോലെ 5 ദർശനങ്ങൾ ഈ പുസ്തകത്തിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിട്ടിൽ ബാധ 7-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ, വിട്ടിൽ ബാധ, വരൾച്ച, തൂക്കുകട്ട, ഒരു കുട്ടപ്പഴം, അതുപോലെ യാഗപീഠത്തിന്മേൽ നിൽക്കുന്ന യഹോവ, ഇങ്ങനെ 5 ദർശനങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഈ പ്രവചനത്തിൽ ഒരു പ്രധാന ഘടകമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഇവിടെ ന്യായവിധിയെ കുറിച്ച്, ആമോസിന്റെ പ്രവചനം പ്രധാനമായിട്ടും ന്യായവിധി, അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചാണ്. അപ്പോൾ ന്യായവിധിയെ കുറിച്ചുള്ള പ്രവചനം നിറവേറുമെന്ന് ഉറപ്പുവരുത്താൻ സത്യം ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ പ്രവചനത്തിൽ കാണാനായിട്ട് സാധിക്കും. ദൈവം ന്യായവിധിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഉറപ്പായിട്ട് സംഭവിക്കും, അത് നിറവേറുമെന്ന് ഉറപ്പുവരുത്താനായിട്ട് പിന്നെ സത്യം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം 4-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചുകൊണ്ട് പോകുന്ന കാലം നിങ്ങൾക്ക് വരുമെന്ന് യഹോവയായ കർത്താവ് തന്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഈ ന്യായവിധി, ഈ അനർത്ഥം, അവിടെ യഹോവ തന്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, 6-ാം അധ്യായം 8-ാം വാക്യം, യഹോവയെ കർത്താവ് തന്നെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ തന്നെ ചൊല്ലി യഹോവയെ കർത്താവ് സത്യം ചെയ്തിരിക്കുന്നു. അതുപോലെ 8-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, ഇനി കേൾപ്പിൻ, ഞാൻ അവരുടെ പ്രവൃത്തികൾ യാതൊന്നും ഒരു നാളും മറക്കുകയില്ല എന്ന് യഹോവ യാക്കോബിന്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ യഹോവ സത്യം ചെയ്ത് പറയുക. ദൈവത്തിന് സത്യം ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ദൈവം പറഞ്ഞാൽ അത് പറഞ്ഞതാണ്, സത്യം ചെയ്യേണ്ടത് ആവശ്യമില്ല. എന്നാലും സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഉറപ്പായിട്ടും ഈ ന്യായവിധികള്, ഈ കാര്യങ്ങള് യാതൊരു സംശയവുമില്ല, 200% ശരിയാണ്. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് ദൈവം സത്യം ചെയ്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ദൈവം ഈ ജനം മനം തിരിയുവാനായിട്ട് പല ശിക്ഷകൾ ദൈവം അയച്ചു. അവർ മധ്യത്തിൽ പല ശിക്ഷകളും അയച്ചു. പക്ഷെ അതിലൊന്നും അവർ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് 5 പ്രാവശ്യം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ദൈവം പല കാര്യങ്ങൾ ചെയ്തു, പല ശിക്ഷകൾ ദൈവം അയച്ചു, അവരുടെ മധ്യത്തിൽ അയച്ചു. പക്ഷേ എന്നിട്ടും അവരെങ്കിലേക്ക് തിരിഞ്ഞില്ല, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. 4-ാം അധ്യായത്തിൽ തന്നെ 5 പ്രാവശ്യം നമുക്ക് ആ കാര്യം കാണാനായിട്ട് സാധിക്കും. 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം, 4-ന്റെ 6, നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടുപ്പും എല്ലാ ഇടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ ദേശത്ത് വളരെ ക്ഷാമം വന്നു, വരൾച്ച വന്നു, അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചു, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, 2-3 പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴന്നു എന്നു, ദാഹം തീർന്നില്ലാനും എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. വലിയ വരൾച്ച അവരുടെ ജീവിതത്തിൽ വന്നു, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. 9-ാം വാക്യം, ഞാൻ നിങ്ങളെ വെൺകതിർ കൊണ്ടും വിഷമഞ്ഞു കൊണ്ടും ശിക്ഷിച്ചു, നിങ്ങളുടെ തോട്ടങ്ങളെയും മുന്തിരിപ്പറമ്പുകളെയും അത്തിവൃക്ഷങ്ങളെയും ഒലിവ് മരങ്ങളെയും പലപ്പോഴും തുള്ളം തിന്നു കളഞ്ഞു, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ശിക്ഷ വന്നിട്ടും, ന്യായവിധി വന്നിട്ടും, എന്നിട്ടും ആ സമയത്തെങ്കിലും യഹോവയെങ്കിലേക്ക് തിരിയേണ്ടതായിരുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമ്മൾ നേരത്തെ ഓർത്തതുപോലെ നാം ദൈവത്തെ വിളിക്കും, ദൈവത്തിലേക്ക് തിരിയും. പക്ഷെ ഈ ജനത്തെ കുറിച്ച് പറഞ്ഞത് എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. പിന്നീട് അതിന്റെ 10-ാം വാക്യം, മിസ്രൈമിൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ചു, നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ടുവന്നു, നിങ്ങളുടെ കുതിരകളെ പിടിച്ചുകൊണ്ടുപോയി, നിങ്ങളുടെ പാളയത്തിലെ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറുമാക്കി, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. 11-ാം വാക്യം,
ദൈവം സോതോമിനെ ഗോമോറയെ ഉന്മൂലനാശം ചെയ്ത പോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിത്തീർന്നു. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ഇതൊക്കെ സംഭവിച്ചിട്ടും എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. ദൈവം ശിക്ഷിച്ചിട്ടും ദൈവം അടിച്ചിട്ടും അതുപോലും മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ ജനത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആ അവസ്ഥ വരരുത്. ദൈവത്തിലേക്ക് നാം തിരിയണം. ആ ന്യായവിധി വരുന്നതിന് മുമ്പേ, ശിക്ഷ വരുന്നതിന് മുമ്പേ ദൈവത്തിലേക്ക് തിരിയുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയാം, ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം, ദൈവത്തോട് നമുക്ക് അടുക്കാം. ദൈവം അതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തിലേക്ക് തിരിയേണ്ടുന്നത് വളരെ ആവശ്യം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് അവസാനം മുന്നറിയിപ്പ് നേടാം. 4-ാം അധ്യായം 12-ാം വാക്യത്തില് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 4-ാം അധ്യായം 12-ാം വാക്യം, അതുകൊണ്ട് ഇസ്രായേലെ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും, ഇസ്രായേലെ ഞാൻ ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളാം. ഇനിയും വേറെ ഒന്നുമില്ല. ഇനി നിന്റെ ദൈവത്തെ എതിരേൽപ്പാനായിട്ട് നീ ഒരുങ്ങിക്കൊള്ളുക. ആ മുന്നറിയിപ്പ് അവർക്ക് നൽകുകയാണ്. നമ്മുടെ ദൈവത്തെ നമ്മൾ എതിരേൽക്കേണ്ടുന്ന ഒരു ദിവസം വരികയാണ്. നമ്മുടെ ദൈവത്തെ എതിരേൽപ്പാനായിട്ട് നാം ഒരുങ്ങേണ്ടുന്നത് ആവശ്യമാണ്. അതൊരു വലിയ മുന്നറിയിപ്പായിട്ടാണ് ഇരിക്കുക. കർത്താവിന്റെ വരവെന്ന് പറയുന്നത് നമുക്ക് വളരെ ഉത്സാഹവും സന്തോഷവും പ്രത്യാശയും നൽകുന്ന കാര്യമാണ്. നാം അതില് നമ്മുടെ പ്രത്യാശ അതാണ്, നമ്മുടെ കർത്താവിന്റെ വരവാണ്. പക്ഷെ കർത്താവിനെ എതിരേൽക്കുക എന്ന് പറയുന്നത് അത് വളരെ ഒരു ഭയത്തിന്റെ സമയമായിട്ട് തീരുവാനായിട്ട് പാടില്ല. നാം യഥാർത്ഥത്തിൽ ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് നാം ചിന്തിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. പിന്നെ ഇതിന്റെ പ്രധാന വാക്യങ്ങള് പല വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളില്, ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച സർവ്വ വംശത്തെക്കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെ നിങ്ങളിൽ സന്ദർശിക്കും. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഇവര് ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അതുകൊണ്ട് അവര് ചെയ്യുന്ന തെറ്റ് ദൈവം ശിക്ഷിക്കാതെ വിടരുത്. അവരുടെ അകൃത്യങ്ങൾ ദൈവം സന്ദർശിക്കുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം ദൈവത്തിന്റെ സ്വന്തം ജനമായതുകൊണ്ട് ദൈവം നമ്മളോട് നമ്മുടെ തെറ്റുകളെ ചോദിക്കണം. അത് സന്ദർശിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും ഞാൻ എൻ്റെ മക്കളെ വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ അവര് പറയും, എന്തിനാ അപ്പ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഞാന് പിന്നെ അടുത്ത അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ പോയി അടിക്കണം, അല്ലെങ്കിൽ അവരെ വഴക്ക് പറയണം. അത് പറയാൻ എനിക്ക് പറ്റത്തില്ല. കാരണം നിങ്ങൾ എന്റെ സ്വന്തം മക്കളാണ്. അതുകൊണ്ട് നിങ്ങളെ എനിക്ക് വഴക്ക് പറഞ്ഞെങ്കിലേ സാധിക്കത്തുള്ളൂ, ശിക്ഷിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. അതെന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ നാം ദൈവത്തിന്റെ സ്വന്തം ജനമായതുകൊണ്ട് ദൈവം നമ്മെ ന്യായം വിധിക്കും, നമ്മെ ശിക്ഷിക്കും. ശിക്ഷിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് നാം മനസ്സിലാക്കേണ്ടുന്നത് ആവശ്യമാണ്. പിന്നീട് 8-ാം അധ്യായം അതിന്റെ 11-12 വാക്യം, 8-ാം അധ്യായം 11-12, അപ്പത്തിനായുള്ള വിശപ്പില്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമില്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിന് വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നുവെന്ന് യഹോവയെ കർത്താവിന്റെ അരുളപ്പാട്. എന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്കു മുതൽ കിഴക്ക് വരെയും ഒഴുന്നിയെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടയില്ലെന്ന്. അപ്പോൾ യഹോവയുടെ വചനം അന്വേഷിക്കും, എന്നാൽ കണ്ടുകിട്ടാത്ത ഒരു കാലം വരും എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ആമോസില് ക്രിസ്തുവിനെ കർത്താവിനെ നമുക്ക് ആമോസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 9-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നാം നേരത്തെ കണ്ടതാണ്. വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളെ നിവർത്തിയും അവന്റെ പിളർപ്പുകളെ അടക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യും. അപ്പോൾ വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും പണിയും, അതിനെ നിവർത്തും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 16-17 വാക്യങ്ങള് നേരത്തെ ചിന്തിച്ചതാണ്. യാക്കോബ് തന്റെ പ്രസംഗത്തിൽ അവിടെ പറയുന്നുണ്ട്. അത് കർത്താവിന്റെ രാജഭരണത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും അത് ആ നിലയിൽ പണിയുന്നത് നമ്മുടെ കർത്താവാണ്. അത് കർത്താവിലൂടെയാണ് നിറവേറാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ആമോസിന്റെ പുസ്തകത്തിൽ നിന്ന് ഈ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ നമുക്ക് നൽകാനായിട്ട് നിവർത്തിയുള്ളൂ.
അതുകൊണ്ട് വളരെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ചിന്തിക്കാനായിട്ടുണ്ട്. അവർക്ക് എല്ലാം തികഞ്ഞിരിക്കുന്നു. ഞങ്ങള് വളരെ അവര് വളരെ ഉയർച്ച പ്രാപിച്ചു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിന്റെ ആവശ്യമില്ല. ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അനർത്ഥവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ അവർ വിശ്വസിച്ച് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഭൗതികമായിട്ട് നമുക്ക് എല്ലാം ഉള്ളപ്പോൾ നാം ഒരുപക്ഷെ ആത്മീയമായിട്ട് നമ്മൾ ശരിയായിരിക്കും, ദൈവത്തോട് അടുത്ത് നിൽക്കുകയായിരിക്കും എന്ന് നാം ചിന്തിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പക്ഷെ അവര് ഭൗതികമായിട്ട് അവർക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ആത്മീയമായിട്ട് അധപ്പതിച്ച ഒരു ജീവിതം നയിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഒരു മടങ്ങി വരവിന്റെ അനുഭവം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ഒരു മാനസാന്തരത്തിന്, യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ദൈവജനത്തിന്റെ മധ്യേ, ദൈവമക്കളുടെ മധ്യേ ഉണ്ടാകേണ്ടുന്നത് വളരെ ആവശ്യമാണ്. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ വിരുന്നാമം